നിങ്ങൾക്കറിയാവോ എന്തുകൊണ്ടാണ് ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന്? ഞാൻ പറഞ്ഞുതരാം. 19-ാം നൂറ്റാണ്ടിൽ മെഡിക്കൽ ലോകം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു രക്തം നഷ്ടപ്പെടുന്ന രോഗികളെ രക്ഷിക്കുക എന്നത്. പ്രസവ സമയത്തോ അപകടങ്ങളിലോ അമിതമായി ചോര വാർന്നു പോകുന്ന രോഗികൾക്ക് മറ്റു മനുഷ്യരുടെ രക്തം നൽകാൻ ഡോക്ടർമാർ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊരു വലിയ ചൂതാട്ടമായിരുന്നു. ചിലർ അത്ഭുതകരമായി രക്ഷപ്പെടും, എന്നാൽ ഭൂരിഭാഗം പേരും കടുത്ത വേദനയോടെ വൃക്കകൾ തകരാറായി മിനിറ്റുകൾക്കകം മരണപ്പെടും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ശാസ്ത്രലോകത്തിന് മനസ്സിലാവാതെ നിന്ന സമയത്ത് കാൾ ലാൻസ്റ്റർ എന്ന ഡോക്ടറും ശാസ്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹം ഈ മരണങ്ങൾക്കൊരു ശാസ്ത്രീയ പരിഹാരം കാണാൻ തീരുമാനിച്ചു. അദ്ദേഹം തന്റെ ലാബിലുള്ള 5 സഹപ്രവർത്തകരുടെയും സ്വന്തം ശരീരത്തിലെയും രക്തസാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ നിന്ന് റെഡ് ബ്ലഡ് സെൽസും പ്ലാസ്മയും വേർതിരിച്ചു. ശേഷം അവ വ്യത്യസ്ത രീതികളിൽ പരസ്പരം കൂട്ടിക്കലർത്തി. അവിടെയാണ് അദ്ദേഹം ആ അത്ഭുതം കണ്ടത്. ചില സാമ്പിളുകൾ കലർത്തിയപ്പോൾ അവ സാധാരണ രക്തം പോലെയാവുകയും മറ്റു ചില സാമ്പിളുകൾ കലർത്തിയപ്പോൾ കട്ട പിടിക്കുകയും ചെയ്തു. ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും എല്ലാ മനുഷ്യരുടെയും രക്തം ഒരേപോലെയല്ല എന്ന് ലോകത്തിന് അദ്ദേഹം കാട്ടിക്കൊടുത്തു. മനുഷ്യരക്തത്തെ അദ്ദേഹം ABO എന്ന 3 ഗ്രൂപ്പുകളിലായി തരംതിരിച്ചു. പിന്നീട് AB ഗ്രൂപ്പുകളും രക്തത്തിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അവസ്ഥ നിശ്ചയിക്കുന്ന RS ഫാക്ടറും കണ്ടെത്തപ്പെട്ടു. ഈ ഗ്രൂപ്പിലുള്ള രക്തം മാത്രമേ പരസ്പരം സ്വീകരിക്കാവൂ എന്നും തെറ്റായ ഗ്രൂപ്പുകൾ കയറ്റിയാൽ ശരീരത്തെ അത് നശിപ്പിക്കുമെന്നും അദ്ദേഹം തെളിയിച്ചു. ഈ ഒരു കണ്ടുപിടുത്തത്തോടെ രക്തദാനം പൂർണ്ണമായും സുരക്ഷിതമായി മാറി. പണം വാങ്ങി രക്തം നൽകുന്ന രീതി കാരണം പല രാജ്യങ്ങളിലും അസുഖമുള്ള രക്തം കൈമാറുന്ന വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇതിനൊരു മാറ്റം വരുത്താനും സ്വന്തം ഇഷ്ടപ്രകാരം രക്തം നൽകുന്നവരെ ആദരിക്കാനും ലോകാരോഗ്യ സംഘടനയും റെഡ് ക്രോസും അടങ്ങുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഒന്നിച്ചു. ഇതിനായി കാൾ ലാൻസ്റ്റൈനറുടെ ജന്മദിനമായ ജൂൺ 14 അവർ തിരഞ്ഞെടുത്തു. 2004 ആദ്യമായി ഈ ദിവസം ആചരിക്കുകയും തുടർന്ന് 192 രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ ഇത് ഔദ്യോഗിക ലോക രക്തദിനമായി മാറുകയും ചെയ്തു.